കുന്നംകുളത്ത് ആവേശത്തിരയിളക്കി UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ റോഡ് ഷോ. നഗരത്തെ ഇളക്കിമറിച്ച റോഡ് ഷോയിൽ നിരവധി UDF പ്രവർത്തകർ പങ്കെടുത്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് കടന്ന കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ഉജ്ജ്വല തുടക്കം. അണികളിൽ ആവേശം നിറച്ച് നഗരത്തിൽ നടന്ന റോഡ് ഷോയോടെയാണ് UDF തങ്ങളുടെ പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത്. വൈകിട്ട് 5 മണിയോടെയാണ് നഗരത്തെ ഇളക്കിമറിച്ചുകൊണ്ടുള്ള റോഡ് ഷോ അരങ്ങേറിയത്. തുറന്ന ജീപ്പിൽ യാത്ര ചെയ്ത സ്ഥാനാർത്ഥി നഗരത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ഐക്യജനാധിപത്യ മുന്നണി ഈ കുന്നംകുളത്ത് എന്നെ മത്സരിക്കാൻ എന്നോട് നിർദ്ദേശിച്ചത് കഴിഞ്ഞ 20 വർഷമായി ഈ കുന്നംകുളത്ത് ഇവിടെ നടക്കുന്ന അഴിമതികൾ, അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം വിശ്വാസികളുടെ വിശ്വാസം കവർന്ന ഈ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കാൻ ഒരു പുതുയുഗം പുലരിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കേരളത്തിലെ ജനത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യം വിളികളുടെയും അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ വഴിനീളെ വലിയ സ്വീകരണമാണ് PT അജയ് മോഹന് ലഭിച്ചത്. UDF പ്രവർത്തകരുടെ വലിയ നിര തന്നെ സ്ഥാനാർത്ഥിക്കൊപ്പം അണിനിരന്നത് തിരഞ്ഞെടുപ്പ് ഗോതയിൽ മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. മികച്ച രാഷ്ട്രീയ പാരമ്പര്യമുള്ള സ്ഥാനാർത്ഥിയാണ് PT അജയ് മോഹൻ. മുൻ KPCC ജനറൽ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം മുൻ ഗുരുവായൂർ ദേവസ്വം ചെയർമാനായിരുന്ന PT മോഹനകൃഷ്ണന്റെ മകനാണ്. മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സുപരിചിതനായ അദ്ദേഹം വികസന വിഷയങ്ങൾ മുൻനിർത്തിയാണ് ജനവിധി തേടുന്നത്. UDFന്റെ പ്രമുഖ നേതാക്കളായ അഡ്വക്കേറ്റ് CB രാജീവ്, KJ ശങ്കർ, ജയ്സിംഗ് കൃഷ്ണൻ, PI തോമസ്, ബിജോയ് ബാബു, ഷാജി ആലിക്കൽ, സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ നടന്ന ഈ വലിയ മുന്നേറ്റത്തോടെ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലുടനീളം പ്രചാരണം കൂടുതൽ ശക്തമാക്കാനാണ് UDF നേതൃത്വത്തിന്റെ തീരുമാനം.